നമസ്കാരം, എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖല്ലേ? ഇന്നും എന്നത്തെയും പോലെ നല്ല എളുപ്പമുള്ള റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. നമുക്കൊരു പരിപ്പ് കറി ഉണ്ടാക്കാം. മസൂർ ദാൽ കൊണ്ടാണ് ഉണ്ടാക്കുന്നത്. ഓറഞ്ച് കളറിലുള്ള പരിപ്പില്ലേ, ബാച്ചിലേഴ്സിനൊക്കെ നല്ല പരിചിതമായ പരിപ്പാണിത്. ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് വേവും. അപ്പോ ഈ കറി എങ്ങനെ ഉണ്ടാക്കണമെന്നൊന്ന് കണ്ടു നോക്കാം. ഇതാണ് ഞാൻ പറഞ്ഞ ഓറഞ്ച് കളറിലുള്ള പരിപ്പ്. അപ്പൊ ഈ പരിപ്പിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇത് നമ്മളൊന്ന് തിളയ്ക്കുമ്പോഴേക്കും പെട്ടെന്ന് വെന്ത് കിട്ടും. കുക്കറിലിട്ട് അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പൊ ഞാനിവിടെ ഒരു കപ്പ് എടുത്തിട്ടുണ്ട്. നമുക്കിതിനെ കഴുകി വൃത്തിയാക്കി എടുക്കണം. നമുക്ക് പരിപ്പ് കറി ഉണ്ടാക്കാൻ തുടങ്ങാം. ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ചൂടായിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം. വെളിച്ചെണ്ണയിലാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. നമ്മളുടെ കയ്യിൽ ഏത് ഓയിലാണോ അത് വെച്ചുണ്ടാക്കാം. നമുക്ക് വെളിച്ചെണ്ണ ശീലമായതുകൊണ്ട് വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുമ്പോഴാണ് പ്രത്യേകമായിട്ട് ഇഷ്ടം വരിക. ഓയിൽ ചൂടായിട്ടുണ്ട്. അപ്പം അതിലേക്ക് ഒരു നുള്ള നല്ല ജീരകം ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. നല്ല ജീരകമാണ് ഇടുന്നത്. കുറച്ചിട്ടാൽ മതി. അധികം ഇട്ട് കഴിഞ്ഞാൽ അത് ഭയങ്കരമായിട്ട് സ്മെല്ല് വരും. 1 ടീസ്പൂൺ കടുക് ഇടുന്നുണ്ട്. രണ്ടോ മൂന്നോ പച്ചമുളക് പൊട്ടിച്ചിടുന്നുണ്ട്. പിന്നെ 2 പച്ചമുളക് ചെറുതാക്കി അരിഞ്ഞിട്ടുണ്ട്. 1 സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്. പരിപ്പ് ചിലർക്ക് ഗ്യാസ്ട്രൈറ്റിക് പ്രോബ്ലം ഉണ്ടാക്കും. അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇടുമ്പോൾ അതിന് ഒരു ആശ്വാസം കിട്ടും. പിന്നെ 2 മീഡിയം സൈസ് സവാള ചെറുതായി അരിഞ്ഞിട്ട് കൊടുക്കാണ്. ഒരു തണ്ട് കറിവേപ്പില പൊട്ടിച്ചിടുന്നുണ്ട് കേട്ടോ. സവാളയൊക്കെ പെട്ടെന്ന് വഴന്നു കിട്ടാൻ വേണ്ടിയിട്ട് ഉപ്പിട്ട് കൊടുക്കാം. ഇത് നമ്മുടെ സവാളയൊക്കെ സോഫ്റ്റ് ആക്കി ഇട്ടിട്ടുണ്ട്. ഇത്രയും മതി കേട്ടോ. നമുക്ക് നല്ല ബ്രൗണും ആക്കണ്ട. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ 1/2 ടീസ്പൂൺ മുളക് പൊടി. ഈ മുളക് പൊടി മഞ്ഞൾപ്പൊടിയുടെ ഒരു പച്ചമണം മാറുന്നവരെ നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു വലിയ തക്കാളി, നല്ല വലുപ്പമുള്ള തക്കാളിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അത് ചെറുതാക്കി അരിഞ്ഞതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ചെറിയ തക്കാളി ആണെങ്കിൽ 2 എടുത്തോളൂ. നന്നായിട്ടൊന്ന് വഴറ്റി യോജിപ്പിച്ചെടുക്കാം. ഈ തക്കാളിക്ക് ഒന്ന് നല്ല സോഫ്റ്റായിട്ട് അലിഞ്ഞു കിട്ടണം. തക്കാളി ചേർത്ത് കഴിഞ്ഞു. ഇനി നമുക്കിനി 2 മിനിറ്റ് ഒന്ന് മൂടി വയ്ക്കാം. അപ്പം നമ്മുടെ തക്കാളിയൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ട് അലിഞ്ഞു കിട്ടും. അപ്പം ഇനി ഇതിനെ മൂടി വയ്ക്കുകയാണ്. ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതി കേട്ടോ. 2 മിനിറ്റ് കഴിഞ്ഞു. നമുക്കതൊന്ന് തുറന്ന് നോക്കാം. നമ്മുടെ തക്കാളിയൊക്കെ നന്നായി സോഫ്റ്റ് ആയിട്ടുണ്ട്. നന്നായി അലിഞ്ഞു ചേർന്നിട്ടുണ്ട്. അപ്പം ഇനി ഇതിലേക്ക് പരിപ്പിന് ഇട്ട് കൊടുക്കാം. പരിപ്പിലേക്ക് ചേർക്കണം. ഇപ്പം ഈ പരിപ്പിന് പകരം നമ്മൾ സാധാരണ പരിപ്പ് ഇതുപോലെ തന്നെ വെക്കാവുന്നതേ ഉള്ളൂ. ഈ പരിപ്പാകുമ്പോൾ പെട്ടെന്ന് വേവുമല്ലോ, അത് കാരണമാണ് ഞാനിത് കാണിക്കുന്നത്. പരിപ്പ് ചേർത്തിട്ട് നമുക്കിങ്ങനെ 2-3 മിനിറ്റ് ഒന്ന് ഇങ്ങനെ വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇതിൽ കിടന്ന് നന്നായി തിളച്ച് വേവട്ടെ. ഇത് പെട്ടെന്ന് വേവും, 10 മിനിറ്റ് പോലും വേണ്ട. അപ്പം ഇതിൽ കിടന്നൊക്കെ ഒന്ന് തിളക്കട്ടെ. പിന്നെ ഇത് തിളയ്ക്കുമ്പോൾ നമ്മുടെ ഈ ഓറഞ്ച് കളറൊക്കെ മാറി മഞ്ഞ കളറായിട്ട് മാറും. ചെറുതായിട്ട് ഇതിനൊന്ന് മൂടി വയ്ക്കാം. ഇതൊന്ന് തിളച്ചപ്പോഴേക്കും പരിപ്പിന്റെ കളറ് മാറി. ശരിക്കും പറയുന്ന വെച്ചാൽ ഇത് തിളച്ചിട്ട് 5 മിനിറ്റ് പോലും ആയിട്ടില്ല. നമ്മുടെ പരിപ്പൊക്കെ വെന്തിട്ടുണ്ട്. വേണമെങ്കിൽ നമുക്ക് ഇത്രയും കൂടെ വേവിക്കാന്നേ ഉള്ളൂ. കണ്ടോ, പരിപ്പൊക്കെ ഇതാ നന്നായി വെന്തു.
ഉപ്പിൻ്റെ കുറവുണ്ട്, അപ്പോൾ ഞാൻ കുറച്ച് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. നമ്മുടെ പരിപ്പ് കറി തയ്യാറായി. എന്ത് പെട്ടെന്നാണ് തയ്യാറായത്, 5 മിനിറ്റ് പോലും വന്നില്ല. ഇനി ഇതിൽ അവസാനം ഒരു പണിയുണ്ട്. ഇതിലേക്ക് ഇനി കുറച്ച് മല്ലിയില ചെറുതാക്കി അരിഞ്ഞതിട്ട് കൊടുക്കുകയാണ്. ഈ മല്ലിയിലയും കൂടെ ചേരുമ്പോഴേ പരിപ്പ് കറിക്കൊരു പ്രത്യേക ടേസ്റ്റാണ്, പ്രത്യേക സ്മെല്ലാണ്. ഇപ്പം നമ്മുടെ പരിപ്പ് കറി ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്തു. നല്ല ടേസ്റ്റി പരിപ്പ് കറിയാണ്. ഇഷ്ടം പോലെ ചോറ് കഴിക്കാം. ആ തുടക്കത്തിലുള്ള കുറച്ച് പണി മാത്രമേ ഉള്ളൂ, അത് കഴിഞ്ഞാൽ നമ്മുടെ കറി തയ്യാറായി. എന്തൊരു എളുപ്പമല്ലേ ഉണ്ടാക്കാനായിട്ട്. 5 മിനിറ്റ് പോലും വേണ്ടി വന്നില്ല. അതിനു മുമ്പേ ഈ പരിപ്പ് വെന്ത് കിട്ടി. ഇനിയിപ്പോൾ ഈ പരിപ്പിന് പകരം നമ്മൾ നമ്മുടെ സാധാരണ പരിപ്പാണ് ഇടുന്നതെങ്കിൽ നമുക്ക് ചിലപ്പോൾ കുക്കറിൽ വേവിക്കേണ്ടി വരും. എന്നാലും ഇതുപോലെ വെക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ നമുക്കിനി ഇതിനൊരു പാത്രത്തിലേക്ക് മാറ്റാം. കറീനെ ഒരു പാത്രത്തിലേക്ക് മാറ്റാം. കറിയെ നമ്മൾ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കാം. നമ്മുടെ ടേസ്റ്റി പരിപ്പ് കറി ഇവിടെ തയ്യാറായിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ, നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇത് എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്നാണ് വിചാരിക്കുന്നത്. അടുത്തൊരു വീഡിയോയുമായി ഇനിയും കാണാം. നന്ദി, നമസ്കാരം.